ഇന്നെൻ്റെ കൂടെയുള്ളത് ദൃഢം എന്ന മൂവിയുടെ റൈറ്റേഴ്സായ ലിൻഡോ ആൻഡ് ജോമോൻ. ലിൻഡോ, ജോമോൻ, വെൽക്കം. ആക്ച്വലി നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ചെറിയ റിയൽ ഇൻസിഡൻറ്റ്, ഒരു ത്രെഡ്, ചെറിയൊരു പോർഷൻ അപ്പച്ചൻ ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. നല്ലതാണ് എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ ഞാൻ ഇവനെ വിളിച്ച് സംസാരിച്ചു. നമ്മൾ ഒരുമിച്ചിരുന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ദൃഢം ഉണ്ടാവുന്നത്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോംബോ അത് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ കോളേജ് മുതലേ നമ്മൾ ഫ്രണ്ട്സാണ്. പെട്ടെന്നൊരു ടൈമിൽ ഇങ്ങനെ എനിക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നൊരു ഇത് വന്നപ്പം അവിടെ നിന്നാണ് ഇത് മുന്നോട്ട് വരുന്നത്. നമ്മളത് ഈ പറഞ്ഞ പോലെ ദൃശ്യമോ മെമ്മറീസോ അങ്ങനത്തെ ഒരു പടമല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് എല്ലാവരും ഈ പറഞ്ഞ പോലെ കാണുന്നത് ഭയങ്കര ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ, ഈ പറഞ്ഞ പോലെ മെമ്മറീസും പഞ്ചാബാതിരയും അതുപോലെ തന്നെ ദൃശ്യവും ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരിക്കലും ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാലല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. സിനിമയാണ്. ഓൾറെഡി നമ്മൾ ഈ ത്രെഡ് ഡിസ്കസ് ചെയ്ത് നമുക്ക് സ്റ്റോറി ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കണം എന്ന് എനിക്കൊന്ന് ക്ലൈമാക്സ് നമുക്ക് ഓൾറെഡി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ലൊക്കേഷനിൽ പോകാൻ പറ്റിയിട്ടില്ല. ആകെ തുടക്കം ഒന്ന് പോയി അവസാനം ഒന്ന്. അതിൻ്റെ ഇടയ്ക്കായിരുന്നു നമ്മുടെ മറ്റേ ആദ്യത്തെ പടം ഗോഡ് റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ വർക്കൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പുറത്തായിരുന്നു. ഫാമിലിയിൽ നിന്ന് ഇത് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും മീൻസ് കുറച്ച് നാട്ടുകാരും കുറച്ച് പേരൊക്കെ നമുക്ക് എന്തായാലും ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല, നിങ്ങൾക്ക് വേറെ പണിക്കുമോ. ഞാൻ 22ാമത്തെ വയസ്സിലാണ് സിനിമ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നത്. എന്നെ സംബന്ധിച്ചോളം അപ്പച്ചൻ്റെ നല്ല സപ്പോർട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. റാഫി മെക്കാട്ടിനൊക്കെ പോലെ ലിൻഡോ ജോമോൻ കോമ്പിനേഷൻ ഇനി നമുക്ക് കൂടുതൽ വർക്കൊക്കെ ഇനിയും ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാമോ? ഫ്യൂച്ചറിൽ എക്സെപ്റ്റ് തീർച്ചയായും. അല്ല, നമ്മൾ സെപ്പറേറ്റ് വർക്ക് ചെയ്യണം എന്നുള്ള ഇതുവരെയും പ്ലാൻ ഇല്ല. അപ്പം മൊത്തം മാറി പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എന്താണ് ഇനി പുതിയ പ്രോജക്റ്റ് ഏതെങ്കിലും അനൗൺസ് ചെയ്തോ? ഇല്ല, പരിപാടി നടക്കുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്. അനൗൺസ് ഉണ്ടാവും, അടുത്ത് തന്നെ പരിപാടി അനൗൺസ് ആവും. നമസ്കാരം, ദി മല്ലു മൈക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ കൂടെയുള്ളത് ദൃഢം എന്ന മൂവിയുടെ റൈറ്റേഴ്സായ ലിൻഡോ ആൻഡ് ജോമോൻ. ലിൻഡോ, ജോമോൻ, വെൽക്കം. എന്ത് തോന്നുന്നു? നിങ്ങളുടെ രണ്ടാമത്തെ മൂവിയല്ലേ? ഫസ്റ്റത്തെ മൂവി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ഇപ്പോൾ ദൃഢം, ഇപ്പം നല്ല അഭിപ്രായങ്ങൾ വരുന്നു. എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പം? നല്ല അഭിപ്രായങ്ങൾ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. ഒരു എന്താ പറയുക, ചില ഭാഗത്തുനിന്ന് 1-2 നെഗറ്റീവ് റിവ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ഓഡിയൻസ് ഓൾമോസ്റ്റ് പോസിറ്റീവ് റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പല ഭാഗത്തു നിന്നും. നെഗറ്റീവ്സ് വരുമ്പോഴത്തേക്കും ഭയങ്കര ഡൗൺ ആയി ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ പ്രതീക്ഷിച്ച ഒരു അങ്ങനെ നെഗറ്റീവ് പറയാനുള്ളതുണ്ടോ എന്നൊരു തോന്നലുണ്ട്. ഓക്കെ, മൂവി കണ്ട ഒരാൾ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ, നല്ല അടിപൊളി മൂവിയാണ്, നല്ല സ്റ്റോറിയാണ്, നന്നായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ടിങ് ആണെങ്കിലും നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഈ ഒരു ദൃഢം എന്ന് പറയുന്ന മൂവി എങ്ങനെയാണ് ഈ മൂവിയുടെ സ്റ്റോറിയിലേക്കുള്ള ഒരു എൻട്രി? ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ചെറിയ റിയൽ ഇൻസിഡൻറ്റ്, ഒരു ത്രെഡ്, ചെറിയൊരു പോർഷൻ അപ്പച്ചൻ ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാനിങ്ങനെ അപ്പച്ചനോട് ഇങ്ങനെ ചോദിക്കും, നടന്ന സംഭവങ്ങളും പഴയ നടന്ന കഥകളും ഒക്കെ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ചൊരണ്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളങ്ങനെ പറഞ്ഞു തന്നൊരു ചെറിയ പരിപാടിയൊക്കെ കേട്ടപ്പം കൊള്ളാം, നല്ലതാണ് എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ ഞാൻ ഇവനെ വിളിച്ച് സംസാരിച്ചു. നമ്മൾ ഒരുമിച്ചിരുന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ദൃഢം ഉണ്ടാവുന്നത്. ശേഷം മാർട്ടിൻ ബ്രോ ഡയറക്ടർ, ഈ പറഞ്ഞ പോലെ ആൾ വേറൊരു ടൈപ്പ് സബ്ജക്റ്റായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആളിങ്ങനെ വിളിച്ചു, ഇങ്ങനെ വേറെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഒരു ത്രില്ലറുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, ബ്രോ ത്രില്ലർ വേണ്ട, കാരണം ജിത്തു ജോസഫിൻ്റെ സൊസൈറ്റി പറയുമ്പോൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ത്രില്ലറാണ്, അപ്പോൾ അതെനിക്കൊരു ഇതായിരിക്കും എന്നുള്ള ഇതിൽ ആൾ പറഞ്ഞു. പിന്നീട് ഒരു ദിവസം ചുമ്മാ ഒന്ന് കേൾക്കാം ബ്രോ പറയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സബ്ജക്റ്റ് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ആൾക്ക് വർക്കായി. അങ്ങനെയാണ് അത് ചെയ്യാമെന്നുള്ള പരിപാടിയിലേക്ക് വന്നതും ബാക്കി നടന്നതും. അപ്പം ഇവിടെ വരെ എത്തി. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോംബോ അത് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളിപ്പോൾ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിലും രണ്ടുപേരും ഒന്നിച്ചായിരുന്നു. അപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു കോംബോ എങ്ങനെ ബിൽഡ് ചെയ്തു? അപ്പോൾ കോളേജ് മുതലേ നമ്മൾ ഫ്രണ്ട്സാണ്. അതായത് ഞാൻ ഇംഗ്ലീഷ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ പോലും നമ്മൾ സ്റ്റേജ് പരിപാടിയിലും ഈ നാടകവും തെരുവ് നാടകവും എല്ലാ കലോത്സവവും എല്ലാ പരിപാടികളും നമ്മൾ ഒരുമിച്ചാണ്. അറിയാത്ത ഐറ്റം പോലും 2 ദിവസം കൊണ്ടൊക്കെ പഠിച്ച് കയറും. ചുമ്മാ തട്ടിക്കേട്ട് പരിപാടിയായിരിക്കും, പക്ഷെ ഒരുമിച്ചുണ്ടാവും. സ്റ്റേജിലും പരിപാടിയിലും എല്ലാം ആർട്സ് പരമായിട്ട് എല്ലാ പരിപാടിയിലും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്കിടയിൽ ഒരു കണക്ഷൻ വരുന്നത്. ശേഷം ഈ സിനിമേൻ്റെ പരിപാടി വന്നപ്പോഴും അങ്ങനെ അങ്ങോട്ട് കണക്റ്റ് ആയതാണ്. ഇതിന് കൂടെ നിൽക്കാൻ പറ്റിയ ഒരാൾ വേണമല്ലോ. ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ ഇങ്ങനൊരു തോട്ട് മൈൻഡിൽ വരുന്ന ആൾക്കാരൊക്കെ അല്ലേ ഒരുമിച്ച് നിൽക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവനെ നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിന്നാണ് പിന്നെ ഇത് ഒരുമിച്ച് അങ്ങ് പോകുന്നത്. ഓക്കെ, ഇനി രണ്ടുപേരും കൂടെ ഡയറക്ഷനിലോട്ടുള്ള ഒരു കാൽവെപ്പും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? പ്ലാനിങ്ങിലുണ്ട്. ഓക്കെ, ആൻഡ് ഡയറക്ഷനൊക്കെ പഠിച്ച് നിങ്ങൾ ഈ ഒരു ഫീൽഡ് തന്നെ പഠിച്ചു വന്ന് അങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വരണം എന്ന് പണ്ട് മുതലേ ആഗ്രഹിച്ചു വന്ന രണ്ടുപേരാണോ? അല്ല, അതൊരു പെട്ടെന്നൊരു ടൈമിൽ ഇങ്ങനെ എനിക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നൊരു ഇത് വന്നപ്പം അവിടെ നിന്നാണ് ഇത് മുന്നോട്ട് വരുന്നത്.
ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റിയില്ല. സിനിമയ്ക്കുള്ള ചെറിയ കഥയല്ല, വലിയ കഥയാണ്, സിനിമയ്ക്കുള്ള കഥയാണെന്നുള്ള ഒരു ഇത് വന്നപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ നോക്കി നോക്കാം എന്നുള്ളൊരു ഇതിൽ വന്നതാണ്. പക്ഷെ ഒരു ടീസറൊക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല ഒരു ഷോർട്ട് ഫിലിമിന്? അല്ല, അതൊക്കെ കഴിഞ്ഞിട്ടാണ്. അത് നമ്മൾ കൊറോണ സമയത്തൊക്കെ ചുമ്മാ ഇരുന്നപ്പോൾ ചെയ്തതാണ്. അതിനു മുമ്പേ നമ്മൾ കൊറോണയ്ക്ക് മുമ്പേ നമ്മൾ സിനിമാ പരിപാടി ഇതായി ഏകദേശം ഒന്ന് സെറ്റായി വരുന്നപ്പോഴാണ് ലോക്ക്ഡൗൺ വരുന്നത്. പിന്നെ വെറുതെ ഇരിപ്പായിരുന്നല്ലോ, അങ്ങനെ വെറുതെ ഇരിപ്പാണ് ഒരു ഷോർട്ട് ഫിലിം പരിപാടി നോക്കാം എന്നുള്ളൊരു ഇതിനകത്തേക്ക് വന്നത്. ഇപ്പോൾ ലിൻഡോ ആണെങ്കിലും വയനാടാണ്, ജോമോൻ ആണെങ്കിലും വയനാടാണ്. സോ വയനാട്ടിൽ നിന്ന് കൂടുതൽ ആൾക്കാരൊന്നും ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ അധികം ആൾക്കാരില്ല. ഞാനും വയനാട്ടുകാരിയാണ്, നമ്മൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ എനിക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരാളെ ആക്സസ് ചെയ്യണമെങ്കിൽ വയനാട്ടിൽ നമുക്ക് അങ്ങനെ ഒരു അവൈലബിലിറ്റി കുറവാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു ലെവലിൽ വരെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സ്ട്രഗിൾ, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ജേണി നമ്മൾ ഫസ്റ്റ് കുറേ പേര് നമുക്കറിയത്തില്ല, സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലും നമുക്കറിയത്തില്ല. നമ്മൾ വയനാട്ടിൽ തന്നെ വളരെ കുറവാണ് ആൾക്കാർ. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ വരുന്നു, ഒന്ന് രണ്ട് പേര് ആദ്യം നമ്മൾ കുറേ പേര് ട്രൈ ചെയ്യുന്നു, പക്ഷേ കണക്റ്റ് ആവുന്നില്ല. പക്ഷേ നമുക്ക് ഫസ്റ്റ് കണക്റ്റ് ആവുന്നത് ഫെബീനെയാണ്, അതായത് നമ്മുടെ ഗോഡ് എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടറെയാണ് കണക്റ്റ് ആവുന്നത്. പക്ഷേ കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയാൽ കൂടി നമുക്ക് അവിടെ നിന്ന് ഫെബിയിലൂടെ നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ആരെ പറയും? ഫിലിമിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഫിലിമിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്തത് ഫെബിയുണ്ട്. ഫെബിയാണ് ഗോഡിൻ്റെ ഡയറക്ടർ. ഫെബിയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇനിഷ്യൽ ആ ഒരു ഡോട്ട് കിട്ടുന്നത് ഫെബിന്നാണ് ബാക്കി കണക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ജിത്തു ജോസഫിലേക്ക് എത്തിപ്പെട്ടത്? മാർട്ടിനാണ്, ജിത്തു സാറിൻ്റെ അസോസിയേറ്റാണ് ഡയറക്ടർ മാർട്ടിൻ. അപ്പം നമ്മൾ വൺസ് പരിപാടി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മാർട്ടിൻ പറഞ്ഞു, ബ്രോ എനിക്ക് സാറിൻ്റെ അടുത്ത് സജഷൻ ചോദിക്കണം, സാറിനെ വായിപ്പിച്ച് കേൾപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ബ്രോ. നമുക്ക് പേടിയുണ്ടായിരുന്നു, പിന്നെ നോക്കി നോക്കാം, അഭിപ്രായം അറിയാമല്ലോ. കാരണം നമ്മളും ത്രില്ലർ എഴുതുമ്പോൾ മുമ്പിലുള്ള റെഫറൻസ് ജിത്തു സാറാണ്. മെമ്മറീസിലെ സീൻസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പരിപാടികൾ പറയുമ്പോൾ പോലും നമ്മൾ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ. അപ്പം സാറിൻ്റെ അടുത്ത് മാർട്ടിനാണ് സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നത്. സാറാണ് വായിച്ചിട്ട് അഭിപ്രായം കാര്യങ്ങളും പറഞ്ഞ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു പരിപാടിയുണ്ട് എന്നുള്ള സാധനം വന്നത്. ഓക്കെ, ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ ആ ഒരു ജോണറിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് റെഫറൻസസ് എടുക്കേണ്ടി വരുമല്ലോ. കാരണം അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് പഠിക്കണം. അപ്പം ഇതിലൊക്കെ ഇങ്ങനത്തെ ഈ ലീഗൽ സൈഡൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു റിസർച്ച് നടത്തിയത്? ആ ഒരു റിസർച്ച് നടത്തിയത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരും നമ്മുടെ കോമൺ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് പോലീസിലും അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് നമുക്ക് അവരോട് ചോദിക്കുക, അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ തന്നെ ദൃശ്യമാണല്ലോ നമ്മുടെ മൈൻഡിലോട്ട് വരും. അപ്പോൾ ദൃശ്യത്തിൻ്റെയും മെമ്മറീസിൻ്റെയും ഒക്കെ ഒരു ലെവൽ നമ്മൾ തിങ്ക് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പേടി ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? എഴുതുമ്പോൾ തന്നെ ജിത്തു ജോസഫിൻ്റെ ഒരു കോമ്പിനേഷൻ എക്സ്പെക്ട് ചെയ്തിട്ടാണോ ചെയ്തിരുന്നത്? അപ്പോൾ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. പിന്നെ നമ്മളത് ഈ പറഞ്ഞ പോലെ ദൃശ്യമോ മെമ്മറീസോ അങ്ങനത്തെ ഒരു പടമല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് എല്ലാവരും ഈ പറഞ്ഞ പോലെ കാണുന്നത് ഭയങ്കര ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ, ഈ പറഞ്ഞ പോലെ മെമ്മറീസും ഇപ്പോൾ അഞ്ചാം പാതിരയും അതുപോലെ തന്നെ ദൃശ്യവും ഇതൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി അത് ആദ്യമേ പറഞ്ഞത് ആ ട്രെയിലറിലും അതാണ്. അത് ആർക്കും അറിയില്ല ഒരു ന്യൂ ജോയിൻ ആയിട്ടുള്ള SI വന്നു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ എന്താണെന്ന്. എല്ലാവരെയും വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിനെ പോലെ നമ്മളെ പഴയ ആളെപ്പോലെ പവർഫുൾ അങ്ങനെയല്ല. ട്രെയിനിങ് കഴിഞ്ഞാൽ ആദ്യം കയറി നമ്മളെ കൂട്ടുകാരന്മാരുണ്ട് ആദ്യമായിട്ട് വർക്കിന് കയറുന്നത്, ഇവരെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. നമുക്കറിയാം അവരുടെ സിറ്റുവേഷൻ എന്താ, അവർ പെരുമാറുന്നത് എങ്ങനെയാണ്, സീനിയർ ഓഫീസറിൽ നിന്ന് എങ്ങനെയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് എങ്ങനെയാണ് പെരുമാറ്റം, ഇതൊക്കെ അറിയാം. ഇവർ ആ ഒരു ക്യാരക്ടറാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒരാൾക്ക് കുറച്ച് സീരീസ് ഓഫ് ക്രൈംസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ കഥ. അതിൽ ആ ട്രാക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് നമ്മളെ വിജയ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഷെയ്ൻ നിഗം ചെയ്ത ക്യാരക്ടറിനാണ് ഇമ്പോർട്ടൻറ്റ്. ആളത് ഷെയ്ൻ അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് കോർ, അതിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനാണ് പരിപാടി. അപ്പം ആൾക്കാർ ഇതിനെ വേറൊരു രീതി കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് റെസ്പോൺസാണ് വരുന്നത്. ഒരു 10-15 റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 2-3 നെഗറ്റീവും ബാക്കി പോസിറ്റീവുമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള സാധനം. അപ്പം അങ്ങനെയുള്ളൊരു കണ്ടൻറ്റാണത്. അല്ലാതെ ദൃശ്യം മെമ്മറീസൊക്കെ പോലെ ഭയങ്കര അത്രയും അതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. നമ്മളൊരു കുഞ്ഞിപ്പടം ഈ പറഞ്ഞ പോലെ ഒരു പോലീസ് ഓഫീസറുടെ ലൈഫ് കാണിച്ചുകൊണ്ടുള്ള ഒരു ത്രില്ലർ രീതിയിലാണ് നമ്മളത് ഉദ്ദേശിച്ചത്.
ഇപ്പം നമ്മൾ സ്റ്റോറി എഴുതുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ, നമ്മളൊരു സിറ്റുവേഷൻ എഴുതുമ്പോഴത്തേക്കും ഈ സീൻ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ മൈൻഡിൽ എന്തായാലും പിക്ചറൈസ് ചെയ്യുമല്ലോ. ഇപ്പം നമ്മളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡിൽ ഓക്കെ ഈ സീൻ അങ്ങനെ ആയിരിക്കും എന്ന് എന്തായാലും നമ്മളൊരു പിക്ചർ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരും. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ ഉള്ള ആ ഒരു പിക്ചർ തന്നെ സ്ക്രീനിലോട്ട് ഡയറക്ടർക്ക് ഫുള്ളി കൊണ്ടുവരാൻ പറ്റി അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പം ഇത് എഴുതി തുടങ്ങുന്ന സമയത്ത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സീൻ ഇങ്ങനെ വരണം, അതിങ്ങനെ ആയിരിക്കണം പെർഫോമൻസ് എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാവും. കാരണം എന്നാൽ മാത്രമേ അത് ഡയലോഗ്സ് അടക്കം കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വൺസ് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഷ്വൽസ് കാണുന്ന സമയത്തും മാർട്ടിൻ ബ്രോ അത് കറക്റ്റായിട്ട് കൺവേ ആയിട്ടുണ്ട്. അതായത് നമ്മളെന്താണോ പറയുന്നത്, അതായത് നമ്മളെന്താ ഉദ്ദേശിക്കുന്ന ആളത് കൺവേ ആയിട്ടുണ്ട്. പക്ഷേ ഇതിലെന്താ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് അങ്ങനെ തന്നെ ഇപ്പം നമ്മൾ പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, നമ്മൾ എഴുതുന്നത് ഡയലോഗ്സ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. അത് ആക്ടേഴ്സിൻ്റെ കയ്യിൽ വരുമ്പോൾ ഇത് മാറും, അവർ പെർഫോം ചെയ്യുമ്പോൾ ഇത് മാറും. അതായത് അവരുടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ശരി, അവരുടെ ശൈലിയിലേക്ക് അത് കുറേയൊക്കെ മാറും. എത്രയൊക്കെ അവർ ക്യാരക്ടറിലേക്ക് ഇതായാലും അവരുടെ ഒരു ശൈലിയിലേക്ക് അത് മാറും. അപ്പം ഡയറക്ടർ എന്ന രീതിക്ക് മാർട്ടിൻ പ്രോപ്പറായിട്ട് നമ്മളെ സ്ക്രിപ്റ്റ് എന്താണോ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, ആളുടേതായ രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, പ്ലസ് മനസ്സിലാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ അത് ചെയ്യാൻ ആൾക്ക് സാധിച്ചിട്ടുണ്ട്. ഓഡിയൻസിനാണെങ്കിലും ഷെയ്ൻ്റെ ആ ക്യാരക്ടർ വന്നിട്ട് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആദ്യം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു SIയുടെ കുറേ പേടികളും കുറേ കാര്യങ്ങളൊക്കെ ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഈ ഒരു ത്രില്ലർ ജോണറിലേക്ക് വരുമ്പോൾ ആൾക്കാർ കുറേ ലോജിക്കൊക്കെ നോക്കി തിങ്ക് ചെയ്യും, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ടുവരില്ല. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു ഫിയർ ഉണ്ടായിരുന്നോ? ഇതിൽ എന്തെങ്കിലും സ്റ്റോറി എഴുതുമ്പോൾ ഇതിൽ ലോജിക്ക് വേണം, അല്ലെങ്കിൽ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യും, അങ്ങനെ ഒരു ഫിയർ ഉണ്ടായിരുന്നോ സ്റ്റോറി എഴുതിയപ്പോൾ? ഇതിൽ ലോജിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു പോർഷൻ വരെയും ഇത് എല്ലാ ലോജിക്കും ഫോളോ ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. സിറ്റുവേഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും എങ്ങനെയാണോ നടക്കുക അത് നോക്കിയിട്ട് തന്നെയാണ്. ഇത് സിനിമാറ്റിക്കാണ്, മൂവി എങ്ങനെയാണെങ്കിലും സിനിമാറ്റിക്കാണ്. ലാസ്റ്റ് പോർഷനിലേക്കെല്ലാം വരുന്ന സമയത്ത് സിനിമാറ്റിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാലല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്, സിനിമയാണ്. അപ്പം അതിനെ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ പറയുന്നത് ഷെയ്ൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര പാവത്താൻ പോലെ, അത് ആൾക്കാർ കണ്ടിട്ടില്ല. ന്യൂജനായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ അത്രയും യങ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്തവർ കണ്ടിട്ടില്ല. നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് നമ്മളെ ചൂടാവുന്ന പോലീസുകാരും വഴി തറഞ്ഞ എന്താ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന ഇങ്ങനത്തെ പോലീസുകാരും ഇതൊക്കെയാണ്. അതല്ലാത്ത ഈ സ്റ്റാർട്ടിങ് ടൈമിലുള്ള ആളെ കണ്ടിട്ടില്ല. നോർമലി ഇപ്പം നമ്മളൊരു മോഷണം നടന്നാൽ പോലും ആർക്കായാലും ടെൻഷനായിരിക്കും. ഒരു കൊലപാതകം എന്ന് പറയുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ സ്വന്തം തലയിൽ വരിക എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഉത്തരവാദിത്വം വരും, ടെൻഷൻ വരും. അതെല്ലാം ക്യാരക്ടറിലുണ്ട്, അതെല്ലാം ഷെയ്ൻ അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ എന്തോ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീല്, കാരണം പറയുമ്പോൾ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അതങ്ങനെ ഒരു പോലീസുകാരൻ മേ ബി ഇങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളതിന് ഉപരി അവർ കാണുന്നത് ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരണം. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ തെളിയിക്കപ്പെടാത്ത കേസ് തെളിയിക്കാൻ പഴയ പോലീസ് ഓഫീസർ ആൾ വരുന്നത്, ഇങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ആയിരിക്കാം. പക്ഷേ നമ്മളതല്ല, ആ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ്. ഒരു പാവത്താനായിട്ടുള്ള ഒരാൾ പിന്നെ ലോജിക്ക് പരമാവധി ഈ പറഞ്ഞ പോലെ ഇവൻ പോലീസ് ഫ്രണ്ട്സും കാര്യങ്ങളെടുത്തെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാർട്ടിൻ ബ്രോയ് ആണെങ്കിലും അറിയുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരമാവധി ക്ലോസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇത് സിനിമാറ്റിക് മൂവിയാണ്. കാരണം ഇതിൻ്റെ അവസാനത്തെ ഒരു 30 മിനിറ്റിലേക്ക് വരുമ്പം പക്കാ സിനിമാറ്റിക് മോഡിലേക്കാണെന്ന് മാറിയിട്ടുള്ളത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോജിക് ഇഷ്യൂസൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് തന്നെയാണ് മാക്സിമം സോർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ ക്ലൈമാക്സ് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്ലൈമാക്സ്, നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത, ശരിക്കും പറഞ്ഞാൽ അതൊരു വൗ ഫാക്ടർ തന്നെയായിരുന്നു ആ മൂവിയിൽ. സോ ഈ ക്ലൈമാക്സ് നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തു, എങ്ങനെയാണ് ആ ഒരു ലൈനിലോട്ട് വന്നത്? ഓൾറെഡി നമ്മൾ ഈ ത്രെഡ് ഡിസ്കസ് ചെയ്ത് നമുക്ക് സ്റ്റോറി ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കണം എന്ന് എനിക്കൊന്ന് ക്ലൈമാക്സ് നമുക്ക് ഓൾറെഡി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള കണക്ഷൻസ് ആണ് നമ്മൾ പിന്നീട് ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയത്. നമ്മൾ ആ സ്റ്റോറി ലൈൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പിടിക്കാം നമുക്ക് ക്ലൈമാക്സ് എന്ന് നമുക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു നല്ലൊരു ലാൻഡിങ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള ഹുക്കിംഗ് പോയിൻറ്റ്സും എല്ലാം ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്തായിരുന്നു നമ്മൾ വന്നിരുന്നത്. ഈ സിനിമയുടെ തന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്ലൈമാക്സ് തന്നെയാണ്. സോ എന്തായാലും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും അതിൽ കുറച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്, എല്ലാം നല്ല അടിപൊളി ക്ലൈമാക്സ് ആയിരുന്നു. സോ ഇപ്പം ഇനി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് ലെസൺസ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ലെസൺസ് എന്തൊക്കെ ലെസൺസ് ആണ് ഈ ഒരു സിനിമയിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക? അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പടത്തിന് ആവശ്യമായ രീതിയിൽ നമ്മൾ എഴുതിയെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അവിടെ ക്യാരക്ടറൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പടം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ആ ക്യാരക്ടർ ഒരു എത്രത്തോളം ട്രാവൽ ചെയ്താലാണ് വർക്കാവുക എന്നുള്ള കാര്യമൊക്കെ. അപ്പം ഇതിൽ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയാനുള്ളത്
കുറേ ആൾക്കാർ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് പോർഷൻസ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പരമാവധി എൻഗേജിങ് ആക്കാൻ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നൊരു തോട്ട്. എനിക്കറിയില്ല ഇത്, കാരണം എന്ന് വെച്ചാൽ ഇന്നലെയാണ് പടം റിലീസായ, റെസ്പോൺസ് വരുന്നത് ഇപ്പോൾ ഇനീഷ്യലാണ്. ഇതെങ്ങനെ മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചും കൂടി ഗ്രിപ്പിംഗ് ആയിട്ട് ചെയ്യാം, അടുത്ത പരിപാടിയിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്രിപ്പിംഗ് ആക്കാം. ഇപ്പം അത് കുഴപ്പമില്ല, ചെറിയ ലാഗ് വന്നൊരു ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം എന്ന രീതിയിലൊരു തോട്ട്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ പോലെ ഇനീഷ്യലാണിത്, ഇതെങ്ങനെയാണ് നാളെ മാറുക എന്നുള്ളത് അറിയില്ല. OTT പടം വരുമ്പോഴാണെങ്കിലും ഇപ്പം അടുത്ത ദിവസങ്ങളിൽ തിയേറ്ററിലെ ആൾക്കാർ വരുമ്പോഴാണെങ്കിലും ഇതെങ്ങനെ മാറും എന്നറിയില്ല. അപ്പം ഒരു ലെസൺ എടുക്കാനുള്ളതായിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം സ്റ്റാർട്ടിങ്ങിലേ നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുത്താൽ മേ ബി അത് ചിലപ്പോൾ കറക്റ്റായിന്ന് വരില്ല. കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും, എന്താണ് ടോട്ടൽ റെസ്പോൺസ്, അതിലെന്താണ് തെറ്റുപറ്റിയിട്ടുള്ളത് നമ്മൾ പഠിക്കും, ശേഷം അത് വർക്ക് ചെയ്യും തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസും OTT എക്സ്പീരിയൻസും രണ്ടുമാണല്ലോ. അപ്പോൾ നമ്മൾ ചില മൂവീസ് നമുക്ക് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഫീൽ കിട്ടുക. നമ്മുടെ ഈ ദൃഢം എന്ന് പറയുന്ന മൂവി മസ്റ്റ് തിയേറ്റർ വാച്ചാന്ന് പറയാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു 30 മിനിറ്റ് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടി. ഇപ്പം പറഞ്ഞല്ലോ, കണ്ടാണല്ലോ ക്ലൈമാക്സിലെ പരിപാടി നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന അവിടേക്കാണ്. അപ്പോൾ അവസാനത്തെ ആ ഒരു 30 മിനിറ്റ് തീർച്ചയായും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് കിട്ടും. സൗണ്ടിലാണെങ്കിലും ശരി, മേക്കിംഗ് ആണെങ്കിലും ശരി, പെർഫോമൻസിലാണെങ്കിലും ശരി, അവസാനത്തെ ഒരു 30 മിനിറ്റ്, ഒരു 20-25 മിനിറ്റിനോളം ഉള്ള പരിപാടി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പരിപാടിയാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും തിയേറ്ററിൽ കാണേണ്ട പടമാണ്. OTT കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമായിരിക്കാം, പക്ഷേ ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് മേ ബി കിട്ടിയെന്ന് വരില്ല. അപ്പം തിയേറ്റർ തന്നെയാണ് ഡെഫിനറ്റ്ലി കാണേണ്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇപ്പം നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകാറുണ്ടായിരുന്നോ? ആൻഡ് എങ്ങനെയായിരുന്നു ക്രൂവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്? അല്ലെങ്കിൽ ജിത്തു ജോസഫ് സാർ ആണെങ്കിലും എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ് ഒക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നോ? അത് നമ്മൾ സ്ക്രിപ്റ്റ് സാറ് വായിച്ചതിന് ശേഷം സാറ് നമുക്ക് കുറേ സജഷൻസ് ഒക്കെ തന്നു, ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടെ നന്നാവാം. അങ്ങനെ കുറച്ച് സാറുകൾ തന്ന കുറേ സജഷൻസ് നമുക്ക് നല്ലതെന്ന് തോന്നിയതൊക്കെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ലൊക്കേഷനിൽ പോകാൻ പറ്റിയിട്ടില്ല. ആകെ തുടക്കം ഒന്ന് പോയി, അവസാനം ഒന്ന് പോയി. അതിൻ്റെ ഇടയ്ക്കായിരുന്നു നമ്മുടെ മറ്റേ ആദ്യത്തെ പടം ഗോഡ് റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ വർക്കൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പുറത്തായിരുന്നു. പോയ സമയത്ത് ജിത്തു സാറ് ഫസ്റ്റ് ആ സമയത്ത് ജിത്തു സാറും ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ജിത്തു സാറിൻ്റെ വലതുവശത്തെ കള്ളൻ ആ സമയത്തായിരുന്നു വർക്ക് നടക്കുന്നത്. അപ്പോൾ സാറ് എനിക്ക് തോന്നുന്നു മാർട്ടിൻ ബ്രോ ആയിട്ട് ഫോണിലോടൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിന് മുന്നേയും അതിന് ശേഷം, അതായത് ഷൂട്ടിന് മുന്നേയും ഷൂട്ടിന് ശേഷവും അതിൻ്റെ ഇടയ്ക്കൊക്കെ സാറ് നല്ല രീതിയിൽ ഗൈഡൻസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ മൂവിയിൽ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻസ് ഒക്കെ കൂടുതലും വയനാട്ടിലുള്ള സ്ഥലങ്ങളുടെ പേരുകളാണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ വയനാട് തന്നെയായിരുന്നോ? അല്ല, ഷൂട്ടിങ് പാല ഈരാറ്റുപേട്ട അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്ഥലപ്പേരുകൾ നമ്മൾ ഇട്ടത് വെച്ച് കഴിഞ്ഞാൽ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല വയനാട്ടിലെ സ്ഥലപ്പേരുകൾ. ഇപ്പം മിന്നമുരളിയിൽ കുറുക്കമൂല എന്ന് പറയുന്ന സ്ഥലം അത് യഥാർത്ഥത്തിൽ വയനാട്ടിൽ നമ്മളവിടെ ഉള്ള സ്ഥലമാണല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറുക്കമൂലേനെ പറ്റി കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള നിയമം. അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ചുമ്മാ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്ഥലങ്ങളും തപ്പിപ്പോയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പേരുകളൊക്കെ ഇട്ടത്. അവിടെ ഇഷ്ടംപോലെ ഈ കുഞ്ഞു കുഞ്ഞു പേരുകളും രസമുള്ള പേരുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പേര് തന്നെ അതിനകത്ത് ഇട്ടത്. പക്ഷേ ഷൂട്ടിംഗ് മൊത്തം പാല ഈരാറ്റുപേട്ട ഈ ഭാഗത്ത് തന്നെയായിരുന്നു. കാരണം ഏകദേശം ഒരേ ടെറൈൻ ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ലിൻഡോനോട് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് പേഴ്സണലി അറിയുന്ന ഒരാളെന്ന രീതിയിൽ ഈ സിനിമ ഫീൽഡിലോട്ട് പോകും എന്ന് പറയുമ്പോഴത്തേക്കും ഫാമിലിയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫാമിലിയിൽ നിന്ന് ഇത് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും മീൻസ് കുറച്ച് നാട്ടുകാരും കുറച്ച് പേരൊക്കെ നമുക്ക് എന്തായാലും ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല, നിങ്ങൾക്ക് വേറെ പണിക്കും ഇത് നോർമലി ഉണ്ട്. പക്ഷെ എന്നാലും ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അതെനിക്കങ്ങനെ വലിയ നെഗറ്റീവായിട്ട് അടിച്ചിട്ടില്ല. ഇപ്പോൾ ജൊമോൻ്റെ ലൈഫിൽ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിന്ന ഒരാൾ ആരായിരിക്കും? അപ്പച്ചൻ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 22ാമത്തെ വയസ്സിലാണ് സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. അപ്പം കുറേ വീട്ടിലെ ഫിനാൻഷ്യൽ ഇഷ്യൂസും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആളെന്നോട് നീ നോക്ക്, എന്തായാലും ഇത്ര ആയതല്ലേ, നോക്ക് ശരിയാവും എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ കൺഫേമാണ് എനിക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള മിഡിൽ ക്ലാസ് എന്ന് പറയാനും പറ്റില്ല. ആ ഒരു ലെവലുള്ള ആൾക്കാർ സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഫിനാൻഷ്യലി ബാക്കപ്പ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവനറിയാം, അതായത് നമ്മൾ എറണാകുളത്തേക്ക് ഒരു മീറ്റിങ്ങിന് വന്ന് തിരിച്ചു പോകാൻ പോലും നമ്മളതിൽ ഫണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് ഒരു വർക്കിനകത്തേക്ക് ഇൻവോൾവ് ആകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് തരില്ല. ചിലപ്പോൾ 2 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടാവും, 3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടാവും, ചിലപ്പോൾ ആഴ്ചയിൽ 2 മീറ്റിംഗ് ഉണ്ടാവും. ഒരു കമ്പനി നമുക്കത് അലോ ചെയ്തില്ല, അത് നീ സിനിമേൻ്റെ പുറകെ പോകുന്നതാണോ, എന്നാൽ മീറ്റിംഗ് നോക്കുമോ, ഒന്നും ആരും പറയത്തില്ല. അപ്പം വർക്ക് എന്ന് പറയുന്നത് ഡെയിലി വേജസിന് പോകുന്ന എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളെ നടക്കും. നമ്മളും അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പോലും എനിക്ക് ഏൺ ചെയ്യാവുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു.
ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ബാക്കപ്പ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്ന അപ്പച്ചൻ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം ഉണ്ടായിട്ടുണ്ട്, അപ്പച്ചനെ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ടോ. പക്ഷേ ആളെന്നോട് ഭയങ്കര കൂളായിട്ട് നീ നോക്ക് ശരിയാവും എന്നുള്ള ഒരു സാധനമായിരുന്നു. ഇപ്പം എനിക്ക് ഹാപ്പിയാണ്, കാരണം പടം ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ തന്നെ ഹാപ്പിയാണ്. ആദ്യ പടം ചെയ്തപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയാണ്. അത് രണ്ടാമത്തെ പടം ഇപ്പം ഇത്ര എത്തി, അത് എന്നെ സംബന്ധിച്ചുള്ള അപ്പച്ചൻ്റെ നല്ല സപ്പോർട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇതെത്താൻ പറ്റിയത്. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ സിനിമയിലേക്ക് വരണമെന്ന് കുറേ യൂത്ത് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടാവുമല്ലോ, പക്ഷേ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് പറ്റാത്ത ആൾക്കാരുണ്ടാവും. സോ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ഉപദേശം കൊടുക്കാൻ പറ്റിയൊരു പൊസിഷനെത്തിയ ആൾക്കാരല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സ്ട്രഗിൾ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ ഇത് ഒരു ഈസി പ്രോസസ്സ് അല്ല. ഈ പറഞ്ഞ പോലെ ലക്ക്, പിന്നെ ഈ പറഞ്ഞ പോലെ ലക്ക് ഫാക്ടർ ഭയങ്കരമാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ജിത്തു ജോസഫ് സാറിൻ്റെ കൂടെ ഒക്കെ പടം ചെയ്തു, അങ്ങനെ ഇതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. അല്ലാതെ നമ്മൾ കഴിവും പരിപാടിയും കാര്യങ്ങളുള്ള ഒരുപാട് നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാർ പുറത്തുണ്ട്, നമുക്കറിയാം. പക്ഷേ ഇതിൽ ലക്ക് ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സമയം അതിനൊത്ത് വരണം, അത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. പക്ഷേ ചില സമയത്ത് നമുക്ക് വരും, അത് നടക്കൂല, അത് മൊത്തത്തിൽ ഇഷ്യൂസാണ്. അങ്ങനെ വരുന്നവരോട് ഉപദേശം കൊടുക്കാൻ ഞാൻ ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ പ്രോസസ്സ് തരണം ചെയ്ത് വന്നത് എനിക്ക് അപ്പച്ചൻ എന്നൊരു ബാക്കപ്പ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയുള്ളവരോട് ഈ പറഞ്ഞാൽ എനിക്ക് സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള കാര്യം. കാരണം നമുക്കായിട്ടുള്ളൊരു സമയമുണ്ട്, നമ്മുടേതാണെങ്കിൽ, നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ സമയം വരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. പരമാവധി ഈ പറഞ്ഞ പോലെ ഒരു ബാക്കപ്പ് നമ്മളെ കയ്യിൽ എപ്പോഴും കരുതുക. ഇപ്പം എനിക്ക് അപ്പച്ചൻ ഉണ്ടായാലും അവർക്കും പാരൻസും ഒക്കെ, അതല്ലാതെ ഫിനാൻഷ്യലി ബാക്കപ്പിനുള്ള എന്തെങ്കിലും ഒരു ചെറിയ പരിപാടികൾ സെറ്റപ്പ് ചെയ്ത് വെക്കുക. അതാണെങ്കിൽ നമുക്ക് സേഫാണ്. ഈ പറഞ്ഞ പോലെ മീറ്റിംഗ് പരിപാടി പോകുമ്പോഴും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാത്തിനും നമുക്കൊരു ഇതാണ്, അപ്പം ബലമാണ്. പരമാവധി ഒരു ബാക്കപ്പ് കൂടി കൈ കരുതി ഇറങ്ങുവാണെങ്കിൽ നമ്മളൊരു 30 വയസ്സ് കഴിഞ്ഞാലും 32 വയസ്സ് വരെ ഇതിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും റിഗ്രറ്റ് ചെയ്യുകയില്ല. പ്ലസ് ഈ പറഞ്ഞ പോലെ മടുത്ത് ഇത് വേണ്ട, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഈ ഒരു തോട്ട് വരില്ല. കാരണം നമുക്കൊരു ബാക്കപ്പ് ഉള്ളതുകൊണ്ട്. പക്ഷേ കൂടുതലും എനിക്കറിയാം, ഇവിടെ എറണാകുളത്തുള്ള ആൾക്കാർ ഒരുപാട് സിനിമാക്കാർ ഇവിടെ ഉണ്ട്. ഒരു ഫ്ലാറ്റിൽ കയറി സിനിമാക്കാർ ഏതാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് പറഞ്ഞു നമ്പർ പറഞ്ഞു തരും. അത്രയും സിനിമാക്കാരുണ്ട് ഇവിടെ എറണാകുളത്ത്. എല്ലാവരും ഈ പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരോട് എല്ലാം എനിക്ക് പറയാനുള്ളത്, സമയം വരും. നമുക്കെല്ലാം ഒരു തലവര എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗ്യ സമയമുണ്ട്, അത് വരും. അതുവരെയും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, സ്റ്റോറീസ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ കുറേ ട്രാവൽ ചെയ്ത് റിയൽ ഇൻസിഡൻസ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു സ്റ്റോറീസ് എഴുതുന്നത്? അതിന് മാത്രം ട്രാവൽ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ റിയൽ ഇൻസിഡൻസ് ഒരുപാട് നമ്മൾ നോക്കാറുണ്ട്. കാരണം ഞാൻ ഗോഡ് എന്ന് പറഞ്ഞ കഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പയ്യൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ ദൃഢം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ചെറിയ ഇത് വെച്ചിട്ടായിരുന്നു. അതല്ലാതെ നടക്കാത്ത സംഭവങ്ങൾ വെച്ചിട്ടും നമ്മൾ എഴുതിയതുകൊണ്ട്. പക്ഷേ പരമാവധി നമ്മൾ നോക്കും, കണക്റ്റ് ആവുമോ, നോർമൽ ആൾക്കാർക്ക് മനസ്സിലാവുമോ, ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ചെക്ക് ചെയ്യലുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് റാഫി മെക്കാട്ടിനൊക്കെ പോലെ ലിൻഡോ ജോമോൻ കോമ്പിനേഷൻ ഇനി നമുക്ക് കൂടുതൽ വർക്കൊക്കെ ഇനിയും ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാമോ? കോംബോയാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും. അല്ല, നമ്മൾ സെപ്പറേറ്റ് വർക്ക് ചെയ്യണമെന്നുള്ള ഇതുവരെയും പ്ലാൻ ഇല്ല. അങ്ങനെ ചെയ്യണമെന്നും താല്പര്യമില്ല. ഡയറക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഒരുമിച്ച് തന്നെ ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ തുടങ്ങിയത് അങ്ങനെയാണ്, ആ സ്ട്രഗിൾ ചെയ്ത് ഒരുമിച്ചാണ്, ഇപ്പോൾ പടം ചെയ്ത് ഒരുമിച്ചാണ്. ഇനി മാറേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. കാരണം കണക്റ്റഡ് ആണ് നമ്മൾ തമ്മിൽ. ഈ പറഞ്ഞ പോലെ കഥകൾ പറയുമ്പോഴാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലും എല്ലാം അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. അപ്പോൾ പിന്നെ എന്തിനാ അതിൻ്റെ ആവശ്യം? സെപ്പറേറ്റ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് കൂടെ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യത്തിൽ. നമുക്ക് നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം, അത് തിരുത്താൻ ഒരാൾ കൂടെ ഉണ്ടാവും. അത് ചിലപ്പോൾ അവൻ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടാവാം. അതേ ചിലപ്പോൾ ലോജിക്ക് ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ കറക്റ്റായിരിക്കും അത്, പക്ഷേ വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അത് തെറ്റുണ്ടാവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ ഒരാൾ കൂടെ ഉള്ളത് ഇപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ദൃഢത്തിൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെ ഒരു സ്റ്റോറിയിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ രണ്ടുപേരുടെയും സജഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസഗ്രിമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ തർക്കമോ ഡിസഗ്രിമെൻറ്റ്സ് ഒന്നും അറിയില്ല. നല്ല രീതിയിലുള്ള കോൺവെർസേഷൻസ് നടന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ചെയ്യാം, നമുക്കിങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള കോൺവെർസേഷൻസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ഒരു ഡിസഗ്രിമെൻറ്റ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ലിൻഡോയോട് സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും നമ്മൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. ഞാൻ വിചാരിക്കും ഇത്രയും തല നീ എവിടെ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു? അത് ഓൾറെഡി പറഞ്ഞല്ലോ. മീൻസ് കോളേജ് വരെ പഠിക്കുന്നു, കോളേജ് കഴിഞ്ഞ് ജോലി കയറുന്നു, അതുവരെ സിനിമ എന്ന് പറയുന്ന ഒരു മൈൻഡില്ല, അങ്ങനെ ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ല. പെട്ടെന്ന് പിന്നെ ഒരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുന്ന പെട്ടെന്ന് പിന്നെ ഒരു ദിവസം വിളിച്ചാൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം. ഞാൻ പിന്നെ ഒന്ന് ആലോചിച്ചില്ല, എന്നാൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ ഒറ്റ കോളിൽ തുടങ്ങിയതാണ് ഇതിലേക്ക് ഇറങ്ങിയത്. ഒറ്റ കോള് മതി ജീവിതം മാറി മറിയാൻ. ഓക്കെ, ഇപ്പം മൊത്തം മാറി മറിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എന്താണ് ഇനി പുതിയ പ്രോജക്റ്റ് ഏതെങ്കിലും അനൗൺസ് ചെയ്തോ? ഇല്ല, നടക്കുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്. അനൗൺസ് ഉണ്ടാവും, അടുത്ത് തന്നെ അനൗൺസ് ആവും.
ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് പുതിയ കഥകൾ ഞങ്ങളിലേക്ക് എത്തിക്കട്ടെ. ഇനി ഒരുപാട് ഡയറക്ഷൻസ്, ഇനി ആക്ടിങ്ങിലേക്കാണെങ്കിൽ ഇപ്പോൾ ബേസിൽ ജോസഫ് ഒക്കെ ഡയറക്ടറായിട്ട് വന്നിട്ട് ഇതേ ഇപ്പോൾ അഭിനയിക്കുന്നു. അപ്പോൾ ആക്ടർ എന്നുള്ള നിലയിൽ പുള്ളി ഒരുപാട് റെക്കഗ്നിഷൻസ് കിട്ടുന്നു. അപ്പം അങ്ങനെ ആക്ടിങ്ങിലേക്ക് വരാൻ ഒരു പ്ലാൻ ഉണ്ടോ? അങ്ങനെ പ്ലാൻഡ് ഒന്നല്ല, പിന്നെ എല്ലാ റോളിലും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അഭിനയിക്കാൻ എന്നുള്ള ഒരു സാധനം ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ റോളിലും ആ ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തെങ്കിലും നല്ലൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ മേ ബി ട്രൈ ചെയ്യും എന്തായാലും. അപ്പം നല്ലത് വരട്ടെ, ഒരുപാട് സ്റ്റോറീസ് ഇനിയും വരട്ടെ, ഒരുപാട് പേരോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ, ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ആയിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.